ഹായ് ഫ്രണ്ട്സ് ടൂറായിട്ടിപ്പോൾ അങ്ങനെ ജിമ്മിനും 3 പേര് ഇങ്ങനെയായിട്ട് ഇന്ത്യക്ക് വരാൻ പ്ലാൻ ചെയ്ത് നമുക്ക് ഹീറോയിനൊക്കെ അവർ ഫ്ലൈറ്റിൽ പോയി. ഓക്കെ, നമുക്ക് ഹീറോയി പറയുന്നു, എന്തിനെങ്ങനെ വഴക്കുണ്ടാക്കുന്ന 2 പേർ വഴക്കുണ്ടായി, എനിക്ക് വേണം ഹീറോയ്ക്ക് ടെൻഷൻ, 2 പേരുടെ സ്കൂൾക്ക് പോകണം, അല്ലാതെ എനിക്ക് കോളേജ് ക്രിയേറ്റായി മറി അത് തല്ലി ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. ഹീറോയി ടെൻഷനായി. കുറച്ച് ഡേയ്സ് പോയായിരുന്നു. ഹീറോയ്ക്ക് ഇപ്പോൾ 20 വയസ്സായിരുന്നു. ഇങ്ങനെ ജിമ്മിനിക്ക് ഭയങ്കര ഹീറോയില്ല കാണാതെ മിസ്സിങ്. ഓയോ ഛേ, എനിക്ക് അവളെ കാണണോ ജിമ്മിന് ഹാർട്ടോടെ തുടിക്കുന്നു. ഇവളെ വെട്ട ശരിയാവില്ല. 20 ഇപ്പോൾ കറക്റ്റ് എത്ര ഏജ് എന്ന് പറയില്ല. അവൾക്ക് മാരേജ് എന്ത് ചെയ്യുമോ? ജിമ്മിനിക്ക് ഭയങ്കര ടെൻഷനായി. ഇപ്പോൾ വാൻ വേണ്ടി ഇപ്പോൾ വേണ്ടപ്പാ പോണ്ടപ്പാ, ഇപ്പോൾ ഷൂട്ടിംഗ് ഉണ്ട് അത് ഇത് പറഞ്ഞ് ഇപ്പോൾ ബാങ്ക് ഇങ്ങനെ മിരട്ടിയിട്ടാണ് ജിമ്മിന് വരുന്നത്. പാവ ബാങ്ക് വേടി അവിടെ പേടിച്ച് ജിമ്മിന് ടർച്ചർ സരിക്കുകയില്ലെന്ന് അങ്ങനെ പോപ്പാ എന്ന് പറഞ്ഞ് അയച്ചത് ആ ജിമ്മിനിക്ക്. ശരി, അവളെ മാരേജ് കഴിച്ചിട്ട് ഞാൻ കൊണ്ടുവരുന്നത് എന്ന് ജിമ്മിൻ പ്ലാന്. അവ ജങ്കൂക്ക് വീനെ നോക്കാം. അതേടാ ഇവൻ ചെയ്ത മാതിരി ഞങ്ങളും ചെയ്യണു എന്ന് അവർ 3 പേർ പ്ലാൻ ഇട്ട് അവർ മനസ്സിലുള്ള അവർ ഭയങ്കര അവൻ്റെ ചക്കര രസമായിട്ട് അവളെ ഫോണും മുറിവുള്ളേ നമുക്ക് എന്നാൽ 2 പേർ മനസ്സിലുള്ള കയറ്റലോട്ടായിരുന്നു. അങ്ങനെ അവർ എത്തി. ഹീറോയിൻ അങ്ങനെ കോളേജിൽ പോയിരുന്നു. ഹീറോയിൻ അങ്ങനായിട്ട് ജിമ്മിനൊക്കെ വീട് അറിയൂ. അങ്ങനായിട്ട് 3 പേർ അങ്ങനെ ഹോട്ടൽ താമസിച്ചായിരുന്നു. ഹീറോയിൻ നൈറ്റായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. ജിമ്മിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. ജിമ്മിനിക്ക് ഹീറോയിനെ കാണുമെന്ന് അങ്ങനെ നൈറ്റ് വന്നായിരുന്നു. ഹീറോയിനെ കാണുമ്പോൾ ജിമ്മിനിക്ക് ടെൻഷൻ കാത്ത് ജിമ്മിനി ശരി ഇത് കേട്ടാലോ സുബൈക്ക് രാവിലെ ആയിട്ട് ജിമ്മിന് പോയിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ എല്ലാ ജിമ്മിൻ വിളിക്കായിരുന്നു ജങ്കുക്ക്. എനിടാ ജങ്കുക്ക് അണുക്ക് ഉറച്ചോ ഉറങ്ങണോ? അപ്പോൾ അതിൻ്റെ ജിമ്മിനിക്ക് ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ നീ കിടന്ന് ഉറങ്ങ്, അപ്പോൾ നിൻ്റെ ആളെ ആരോ കൊത്തിയോട്ട് പോട്ട് എന്ന് ജിമ്മിന് പറഞ്ഞു മിരട്ടിയായിരുന്നു. ജിമ്മിന് പറയുന്നതായിട്ട് ചങ്കൊക്കെ എന്താ എൻ്റെ സ്വീറ്റി ചക്കരെ അവളെ കൊണ്ടുപോയോ ചാവുന്നു എൻ്റെ ചെവിയൊക്കെ ഒരു ചവിട്ട് വീതായോ എന്താടാ വാടാ പോവാ എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ജിമ്മിന് പുറകിൽ വന്നു. അർജുൻ അവിടെ ഇരുന്നിട്ട് പത്രം വായിച്ചോണ്ടായിരുന്നു. അർജുന് പറഞ്ഞു ഇപ്പോൾ സിറ്റിയിൽ വന്നായിരുന്നു, കുറച്ച് നാൾ ഇരുന്നിട്ട് പോവാന്ന് പറഞ്ഞു. ആനായിട്ട് വാതിൽ മിട്ടായിരുന്നു. ആരാ ഇത്, അകത്ത് വരട്ടെ എന്നെ പറയായിരുന്നു. 3 പേര് അകത്ത് പോകുന്ന മാസ്ക് കൂട്ടായിരുന്നു. അർജുൻ ആരാ നിങ്ങൾ എന്നെ അർജുൻ കേൾക്കായിരുന്നു. ജിമ്മിന് മാസ്ക് ഊറിയായിരുന്നു. മാസ്ക് ഊറിന് ഷോക്കായിരുന്നു. ജിമ്മിന് ഷോക്കായിട്ട് നോക്കുന്നതല്ല, ജിമ്മിൻ്റെ കയ്യിലുള്ള ഒരു ബഡ് ബാഗ് അത് അല്ല ഒരു ടാറ്റോ മാറി. ജിമ്മിന് ആ ടെറർ ബീസ് മാറി ഉണ്ടായിരുന്നു. ജിമ്മിന് കയ്യിൽ ടാറ്റോ ഉണ്ടായിരുന്നു. ജിമ്മിന് ടാറ്റോ ഇത് കേട്ടായിരുന്നു. ജിമ്മിന് പറഞ്ഞു ഇത് ടാറ്റോ അല്ല, ഇത് കവർ, കൈ കവർ ഇത്. ഓ അങ്ങനെ ജിമ്മിനോട് ഒരു ബോബിമാരുണ്ട് ഇവിടെ എവിടെ കണ്ടിട്ടുണ്ട്. ജിമ്മിന് പറയാം ഞാനൊരു ഐഡലാണ്, എനിക്ക് കുറച്ച് സംസാരിക്കണ്ടേ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. ജിമ്മിന് വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് ചേട്ടാ എനിക്ക് കുറച്ച് തനിയെ സംസാരിക്കണമെന്ന്. അവർ 2 പേർ ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഇവർ കൂടെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് ആരുമില്ല ഇവിടെ പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ജിമ്മിന് നടന്ന കാര്യം മൊത്തം പറയുന്നു. ഇത് കേട്ട ഹീറോയുടെ അതല്ലേ അർജുനക്ക് ഷോക്കായിരുന്നു. എന്താപ്പ നീ പറഞ്ഞു? അതെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടായിരുന്നു, ഞാൻ ലവ് ചെയ്യാം, അതുമാത്രം എൻ്റെ ഫാമിലിയോട് സംസാരിക്കുക, നിങ്ങൾക്ക് അവരോട് ചോദിക്കുക. അർജുൻ പറയായിരുന്നു ശരി ഓക്കെ ഞാൻ അവളോട് കേട്ട് നോക്കാം, എൻ്റെ വീട്ടിൽ ഓക്കെ എന്ന് മാത്രം മാരേജിന് കാര്യം പറയാം എന്ന് പറയണോ. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ജിമ്മിന് കോൾ ചെയ്തിട്ട് ജിമ്മിനിക്ക് ഇങ്ങനെ അടുക്കുന്ന ജിമ്മിന് മമ്മി കോൾ ഇടരുതയോ. ജിമ്മിന് മമ്മി ഡാഡി എല്ലാം ഓൾറെഡി ജിമ്മിൻ്റെ പുറകിൽ വന്നിരുന്നു. ജിമ്മിനിക്ക് അതും അറിയില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് വെള്ളം എടുക്കായിരുന്നു. ആരായിരുന്നു ജിമ്മിൻ വന്ന് നോക്കുമ്പോൾ ജിമ്മിന് മമ്മി ഡാഡി ജിമ്മിന് നോക്കി മുറക്കായിരുന്നു. എന്നാൽ ജിമ്മിനിക്ക് ദിവസമല്ല ജിമ്മിന് ഒരു ആറാമുണ്ടായിരുന്നു പുറകിൽ. ആറാമിന് ഷോക്കായിട്ട് നോക്കായിരുന്നു. ആറാമൊക്കെ എല്ലാ ലാംഗ്വേജ് അറിയും. ഇവിടെ എന്ത് സംസാരിച്ച് ആറാം ട്രാൻസ്ഫേർഡായിട്ട് പറഞ്ഞായിരുന്നു. അത് ആറാമെങ്കിലും ഒരു ഫോണുണ്ട്, ഇവർ എന്താണ് സംസാരിക്കുക അത് ട്രാൻസ്ഫേർഡായിട്ട് പറയുന്നത്. ജിമ്മിന് ഇപ്പോൾ ആറാം മമ്മി ഓൾറെഡി ആറാമനോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആറാം മമ്മി പറയായിരുന്നു എടാ നീ ആറാമൻ്റെ മമ്മിയും ജിമ്മിൻ്റെ മമ്മിയും ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് ആറമ്മ അമ്മ പറഞ്ഞു ജിമ്മിൻ ശരിയില്ലടാ എന്നോ. അതേ ഓർത്തിട്ട് ജിമ്മിൻ്റെ മമ്മീനോട് പറയായിരുന്നു. ജിമ്മിന് വല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ജിമ്മിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. ഇപ്പം എല്ലാ കാര്യം അറിഞ്ഞ് ജിമ്മിൻ്റെ മമ്മി വന്നിട്ട് നല്ല കാര്യം എനിക്ക് ഓക്കെയാണ്, ഇവർക്ക് 2 മാരേജ് ചെയ്ത് എനിക്ക് ഡബിൾ ഓക്കെ മമ്മി ഡാഡി പറയായിരുന്നു. അങ്ങനെ അങ്കിൾക്ക് കോൾ ചെയ്ത് എത്തിച്ചായിരുന്നു. ഇവർക്ക് 2 മാരേജ് ചെയ്യുക, എൻഗേജ്മെൻ്റ് എല്ലാം എടുത്ത് ജിമ്മിൻ ശരി ഓക്കെ ലീവ് വാങ്ങിയായിരുന്നു. അങ്ങനെ അവിടെ ബാങ്ക് എനിക്ക് ഒരു ന്യൂസ് പോയിട്ടെത്തി. അയാൾ കാണാനൊക്കെ ഇതൊക്കെ നീ ഒരാളാക്കി എന്നെ ഇത്ര നാൾ ടോർച്ചർ ചെയ്ത് ബാങ്ക് കയറിയായിരുന്നു. ശരി ഇപ്പം ആർക്കും അറിയാം സീക്രട്ടായിട്ട് മാരേജ്. അങ്ങനെ ജിമ്മിനിക്ക് ഹീറോയ്ക്ക് നന്നായിട്ട് മാരേജ് ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. അതേ നേരം നമ്മൾ ഹീറോയെ തിരിഞ്ഞിട്ട് അവർ 2 പേരും നോക്കാൻ തുടങ്ങിയായിരുന്നു. അവർ 2 പേരും തുറമുറുക്കായിരുന്നു. അതെ
അതെ ഹീറോയിൻ ചെറു അവരൊക്കെ ആയിരുന്നു. അതെ ഇത് എന്ത് മാരേജ്, ഇത് മാരേജാ ഇല്ല പാർട്ടിയാ എന്ന് ഹീറോയിൻ കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. അതെ ഹീറോയ്ക്ക് മാരേജ് നന്നായിട്ട് നടന്നു. ഹീറോയിൻ്റെ അനുക്കും മാരേജ് ആയിരുന്നു. അനു തുറു മുറിക്കായിരുന്നു. ഇങ്ങനെ അവിടെ മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ബാങ്ക് ബ്യൂട്ടി പറയായിരുന്നു ശരിപ്പാ നന്നായിട്ട് എല്ലാ നന്നായിട്ടായിരുന്നു, നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. രാവിലെ തന്നെ ഒരാൾ മാരേജ് ഉണ്ട് എന്ന് പറയായിരുന്നു. ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി മാരേജ് ആണ് നൈറ്റ് ആയിഷയൊക്കെ മാരേജ്. അങ്ങനെ കുറച്ച് നാൾ മൈലഞ്ചി ആയിഷക്കും വെച്ചായിരുന്നു. ആയിഷക്കും മാരേജ് ആണ്. ആയിഷേൻ്റെ വാപ്പനെ പിടിച്ചിട്ട് ചങ്ങക്ക് ടോർച്ചർ ചെയ്യുന്ന സെറ്റായില്ല. ഇല്ലപ്പാ ശരിപ്പാ നീ ടോർച്ചർ ആക്കണ്ടപ്പാ, നീ പാട്ട് പാടി എന്നെ കൊന്നു വേണ്ട, ഞങ്ങൾക്ക് ടോർച്ചറായി പാട്ട് പാടി ടോർച്ചറായി സെറ്റായില്ല. ആയിഷയുടെ വാപ്പ ശരിപ്പാ നിനക്ക് മാരേജ് ആക്കി തരാം. ഇത് ജങ്കുക്കിന് ആയിഷയുടെ വാപ്പക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജങ്കുക്ക് ക്യൂട്ടായിട്ടുണ്ട് പാ, ശരി ഓക്കെ ഇവൻ ക്യൂട്ടായിട്ടുണ്ട്, ഓവർ ക്യൂട്ട്, ശരി ഓക്കെ ഇത് ജങ്കുക്ക് ആയിഷക്ക് മാരേജ്. ആയിഷക്ക് ഷാക്ക്, ഈ കടകുട്ടി ഇവനെനിക്ക് അതാണ് കെട്ടിച്ച് കൊടുത്തത്, ശരി എനിക്ക് ഇവനെ പിടിക്കും എന്ത് ചെയ്യാം. ഇങ്ങനെ എല്ലാവർക്കും മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. അങ്ങനെ അർജുന് വന്നിട്ട് ജിമ്മിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ജിമ്മിന് എന്നോട് പറഞ്ഞായിരുന്നു. ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. ശരി ഓക്കെ എന്ന് ഈ കാര്യം പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ അനിയത്തിമാർ ഇതും കാര്യം പറഞ്ഞ് ഗിഫ്റ്റായിട്ട് പറയായിരുന്നു. ഇങ്ങനെയായിട്ട് അർജുൻ റൂമിലുണ്ട്. ഫോട്ടോ നോക്കിയിട്ട് കയറിയായിരുന്നു. അമ്മ അച്ഛ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുക, അമ്മ അച്ഛ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു. ഒരുപാട് സാഡായിരുന്നു. ഒരു വായിസ് കേൾക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കിയായിരുന്നു. അർജുനക്ക് ഷോക്കായിരുന്നു. അർജുൻ ഫോട്ടോ മറിക്കായിരുന്നു. അർജുൻ ആരായിരുന്നു ഫോട്ടോ നോക്കുക. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഇത് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ഫോട്ടോ, നീ ആരാ ശരിക്കും പറ, അപ്പോൾ നീ എൻ്റെ ചേട്ടനാണോ? അർജുൻ കരഞ്ഞിട്ട് പറയാൻ തുടങ്ങി. അതെ ഞാൻ എൻ്റെ ചേട്ടനാണ് എന്നെ പറയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അമ്മ അതെ അമ്മ അച്ഛനും ലവ് ചെയ്തുകൊണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ ജനിച്ചത്. ഇത് പിന്നെ ജനിച്ചായിരുന്നു. പിന്നെ കുറച്ച് നാളായി അവർ ഒരു ബിസിനസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛനിക്ക് ഒരു എതിരി ഉണ്ടായിരുന്നു. അച്ഛനമ്മയ്ക്കും എന്നെ മറച്ചു വെച്ചായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ കുറേ ഡേയ്സ് കഴിഞ്ഞ് നീ ജനിച്ചു, എന്നെ വേറെ നാട്ടിലൊക്കെ പഠിക്കാൻ അയച്ചായിരുന്നു പറയായിരുന്നു.